വീട്ടിൽ തന്നെ നമുക്ക് ബനാന ഹൽവ ഇതുപോലെ വളരെ ഈസിയായി ടേസ്റ്റോടു കൂടെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇത് ഉണ്ടാക്കിയത് ഞാൻ അല്ല, അമ്മയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്യാം. അതിനായി ആദ്യം നല്ല പഴുത്ത പഴം ഇതുപോലെ സ്ലൈസ് ചെയ്യുക. ഒരു 4-5 പഴം എടുക്കുക. ഇനി നമുക്ക് വെളുത്ത അവലാണ് വേണ്ടത്. വെളുത്ത അവൽ നമ്മൾ പൊടിക്കുക. അതിനുശേഷം നമ്മൾ ശർക്കര പാനിയാക്കുക. ഒരു 4 ശർക്കര എടുക്കുക. ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഈ പഴം അതിലിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഈ പാകമാകുമ്പോൾ തയ്യാറാക്കിയ ശർക്കര പാനി ഒഴിക്കുക. പിന്നെ ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ അവൽ പൊടിച്ചില്ലേ, അതാണ് നമ്മൾ ആദ്യം ചേർത്തത്. ഇത് പഞ്ചസാരയുടെ കൂടെ ഒരു 5-6 ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുക. ഇടയ്ക്ക് നെയ്യ് ഇട്ട് കൊടുത്ത് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. അങ്ങനെ ഈ ഒരു പാകമാവുമ്പോൾ നമുക്ക് നിർത്താമല്ലോ. നമ്മുടെ ഹൽവ തയ്യാറാണ്. പാത്രത്തിൽ നെയ്യ് നന്നായി സ്പ്രെഡ് ചെയ്യുക. കാരണം നമുക്കിത് ആക്ച്വലി തിരിച്ചിടണം. ഇപ്പോഴേ കാണാൻ ഭംഗിയാണ്, പക്ഷെ നോക്കിക്കേ, തിരിച്ചിടുമ്പോൾ ആഹാ, നമ്മുടെ അസൽ ഹൽവ, ഹെൽത്തി ബനാന ഹൽവ തയ്യാർ. എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഹൽവ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മളോട് ഹൽവ ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. നല്ല സോഫ്റ്റ് ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയാലോ. വീട്ടിൽ തന്നെ നമുക്ക് ബനാന ഹൽവ ഇതുപോലെ വളരെ ഈസിയായി ടേസ്റ്റോടു കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കഴിച്ചു നോക്കാം. അത്യുഗ്രൻ ടേസ്റ്റാണ്. നമ്മൾ എന്തിനാണ് ബേക്കറിയിൽ പോയി ഹൽവ വാങ്ങുന്നത്? ബേക്കറി എണ്ണന്മാർ എന്നോടൊന്നും തോന്നരുത്. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ അസലായിട്ട് ഉണ്ടാക്കാമല്ലോ. കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ, ഇനി സ്കൂൾ കഴിഞ്ഞ് വന്നില്ലെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും അതെ, നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. പിന്നെ ഗസ്റ്റ് വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഞെട്ടിക്കാം. ഗസ്റ്റ് നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ, കാരണം നിങ്ങൾ കണ്ടല്ലോ കുറച്ച് സമയം എടുക്കും, പക്ഷേ സമയം എടുത്താലും അസൽ ടേസ്റ്റാണ്. എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക. ഇതാ കണ്ടോ, ആ നെയ്യിൻ്റെയും ആ പഴത്തിൻ്റെയും ആ ഏലക്കയുടെയും ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നല്ല രുചിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് തന്നെ ട്രൈ ചെയ്യുക. See you in the next video. Have a nice day.